നല്ല ഭാവി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളിപ്പോൾ തുറന്നു പോകുന്ന രീതിയിൽ സംശുദ്ധമായ രീതികൾ തുടരുക. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കുക. തെറ്റിനെതിരെ നല്ല തോതിൽ പടമൊരുന്ന നില സ്വീകരിക്കുക. അങ്ങനെ SFIയുടെ പ്രത്യേകത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട്, സ്മാർട്ട് ക്ലാസുകളായി, സ്കൂളുകൾ ഹൈടെക്കായി, വലിയ മാറ്റം. ആ മാറ്റം ഏവരും അംഗീകരിക്കുന്നു. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകരാതെ പോയത് ഈ ഇടപെടൽ കൊണ്ടല്ലേ? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. 2016 തെരഞ്ഞെടുപ്പിൽ അതേവരെ അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ തന്നെയാണ് അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ അന്ന് ദയാവധത്തിന് വെച്ച 4000 മാത്രമല്ല, അതിൻ്റെ കൂടെ കുറെ ആയിരങ്ങൾ കൂടി സ്കൂളുകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു. 5 ലക്ഷമാണ് അതേവരെ കൊഴിഞ്ഞു പോയതെങ്കിൽ ദശലക്ഷക്കണക്കിൽ കുട്ടികൾ പിന്നീട് കൊഴിഞ്ഞു പോകുമായിരുന്നു. ഇതാണ് നമ്മുടെ സാഹചര്യം എന്ന് നാം മനസ്സിലാക്കണം. എനിക്ക് വേറൊരു പരിപാടി ഈ സമയത്തുള്ളതാണ്. നമ്മൾ ഈ സംസാരം തുടങ്ങുന്നതിന് കുറച്ച് താമസം പിടിച്ചല്ലോ. ഇനി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു, പക്ഷെ പറയാൻ ഇപ്പോൾ സമയമില്ല. 1:15 ഒരു സ്ഥലത്ത് എത്തേണ്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ബദൽ നയം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, പക്ഷെ പിന്നീട് നമുക്കൊരു ഘട്ടത്തിൽ പറയാം. ഈ ബദൽ നയം എങ്ങനെയെല്ലാം തകർക്കാൻ പറ്റും എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഇതിനെ സംരക്ഷിക്കുക. പൊതുവിദ്യാഭ്യാസ രംഗം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ കേന്ദ്രമായി മാറുകയാണ്. ഇപ്പോ രാജ്യത്തെ സർക്കാർ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ആദ്യത്തെ 12-ൽ 3 കേരളത്തിൽ നിന്നുള്ളതാണ്. കേരളയും കൊച്ചിയും ഗാന്ധിയും. 43-ൽ കാലിക്കറ്റ് നിൽക്കുന്നു. അങ്ങനെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു. എല്ലാ രംഗത്തും വലിയ മാറ്റം വരുന്നു. ആ മാറ്റം ഇനിയും ശക്തിപ്പെടുത്താനാവണം. അതിന് നല്ല രീതിയിലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളിൽ നിന്നാകെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നല്ല ഭാവി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളിപ്പോൾ തുറന്നു പോകുന്ന രീതിയിൽ സംശുദ്ധമായ രീതികൾ തുടരുക. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കുക. തെറ്റിനെതിരെ നല്ല തോതിൽ പടമൊരുന്ന നില സ്വീകരിക്കുക. അങ്ങനെ SFIയുടെ പ്രത്യേകത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹം.